നമ്മൾ ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയേ എക്സസൈസ് 5.4 അല്ലേ? അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കിട്ടിയോ എല്ലാവർക്കും? കിട്ടിയായിരുന്നോ? ഇല്ല. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. Mapu went to office in the morning after dropping her children at school and college. In the evening, she returned home by another route. The routes taken by Mapu are shown with the help of arrows in the figure below. Find the total distance traveled by Mapu on a particular day. ഒരാള് രാവിലെ ഓഫീസിലേക്ക് പോകുന്നു. ഓഫീസിലേക്ക് പോകുന്നത് എങ്ങനെയാ? അവരുടെ മക്കളെ ഒരാളെ സ്കൂളിലും ഒരാളെ കോളേജിലും വിട്ടിട്ടാണ് ഓഫീസിലേക്ക് പോകുന്നത്. ഓക്കെ, ഈ ഓഫീസിലേക്ക് പോയിട്ട് വൈകുന്നേരം തിരിച്ച് വേറൊരു വഴി കൂടിയാണ് വീട്ടിലേക്ക് എത്തുന്നത്. രാവിലെ പോയ വഴി കൂടെയല്ല, വേറൊരു വഴിയിലൂടെയാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത്. അയാൾ ട്രാവൽ ചെയ്യുന്ന റൂട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ദിവസം ട്രാവൽ ചെയ്ത റൂട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ആരോ മാർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. എന്തിനാ ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നത്? ഡയറക്ഷൻ കാണിക്കാൻ. അവിടെ ഓരോ സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസും അവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കണ്ടേ? ആ പെർട്ടിക്കുലർ ഡേയില് അയാള് എത്ര ദൂരം ട്രാവൽ ചെയ്തു. എങ്ങനെ കണ്ടുപിടിക്കും? ആ ട്രാവൽ ചെയ്ത ദൂരം എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി അല്ലേ? ട്രാവൽ ചെയ്ത ദൂരമൊക്കെ കൂടി ആഡ് ചെയ്യണമെങ്കിൽ എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്ന് അറിയണം. അതിന് നമുക്ക് ഒരു മിനിറ്റ് ആ ഫിഗർ ഒന്ന് വരയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ ഹോം, ഇവിടെ സ്കൂൾ, ഇവിടെ കോളേജ്, ഇവിടെ ഓഫീസ്, പിന്നെ ഇവിടെ എയർപോർട്ട്. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക്, സ്കൂളിൽ നിന്ന് കോളേജിലേക്ക്, കോളേജിൽ നിന്ന് ഓഫീസിലേക്ക്, പിന്നെ അവിടുന്ന് കോളേജിൽ നിന്ന് എയർപോർട്ടിലേക്ക്, എയർപോർട്ടിൽ നിന്ന് നേരെ വീട്ടിലേക്ക്. ഹോം, സ്കൂൾ, കോളേജ്, ഇങ്ങനെയാണ് ഈ ഫിഗർ വരുന്നേ. ഇത് വെച്ച് നോക്കിയാൽ ഇതിൽ ആരോ മാർക്സ് കൊടുത്തിട്ടുണ്ട്. അതായത് അയാള് ട്രാവൽ ചെയ്ത ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെയാ നോക്കാം. എയർപോർട്ട്, ഓക്കെ. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയി, സ്കൂളിൽ നിന്ന് നേരെ എങ്ങോട്ട് പോയി? കോളേജിലേക്ക് പോയി, കോളേജിൽ നിന്ന് ഓഫീസിലേക്ക് പോയി, ഓഫീസിൽ നിന്ന് ഇത് റിട്ടേൺ കാണിക്കുന്നതാണേ. 2 ആരോ മാർക്ക് റിട്ടേൺ കാണിക്കുന്നതാണേ. ഓഫീസിൽ നിന്ന് തിരിച്ച് കോളേജിലേക്ക്, കോളേജിൽ നിന്ന് പിന്നെ പോയത് എയർപോർട്ടിലേക്ക്, എയർപോർട്ടിൽ നിന്ന് പിന്നെ പോയത് വീട്ടിലേക്ക്. അതായത് ഒരു ആരോ മാർക്ക് കാണിക്കുന്നത് ആദ്യം പോയതും 2 ആരോ മാർക്ക് കാണിക്കുന്നത് റിട്ടേണും തിരിച്ചു വരുന്നതുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാ?
വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ഡിസ്റ്റൻസ് 3.5 കിലോമീറ്റർ. സ്കൂളിൽ നിന്ന് കോളേജിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ? 6.5 കിലോമീറ്റർ. കോളേജിൽ നിന്ന് ഓഫീസിലേക്കുള്ള ഡിസ്റ്റൻസ് 2.75 കിലോമീറ്റർ. കോളേജിൽ നിന്ന് എയർപോർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് 12 കിലോമീറ്റർ. ഇനി എയർപോർട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്കുള്ള ദൂരം 18.75 കിലോമീറ്റർ. ഇനി ഇതിന് എങ്ങനെ നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും? ആദ്യം നമ്മൾ വീട്ടിൽ നിന്ന് എവിടെ എത്തി? സ്കൂളിലെത്തി. ഒരു കുട്ടീനെ കൊണ്ടുവിടാൻ വേണ്ടി വീട്ടിൽ നിന്ന് സ്കൂളിലെത്തി. വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ദൂരം എത്രയാ? വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ദൂരം 3.5 കിലോമീറ്റർ. പ്ലസ് അത് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് പോയി. അടുത്ത കുട്ടീനെ കൊണ്ടുവിടാൻ വേണ്ടി സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് പോയി. സ്കൂളിൽ നിന്ന് കോളേജിലേക്കുള്ള ദൂരം എത്രയാ? 6.5 കിലോമീറ്റർ. പ്ലസ് കോളേജിൽ നിന്ന് ഓഫീസിലേക്ക് പോയി. കോളേജിൽ കുട്ടീനെ കൊണ്ടുചെന്നാക്കിയിട്ട് എവിടെ പോയി? ഓഫീസിലേക്ക് പോയി. കോളേജിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരം 2.75 കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന റൂട്ട് ഓഫീസിൽ നിന്ന് കോളേജ് വരെ എത്തി, അവിടുന്ന് എയർപോർട്ടിൽ പോയി, അവിടുന്ന് വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ഓഫീസിൽ നിന്ന് കോളേജിലേക്കുള്ള ദൂരം ഒന്നുകൂടി ആഡ് ചെയ്യണം, കാരണം നമ്മൾ അവിടെ പോയിട്ട് തിരിച്ചു വരുന്നതും കൂടി ഉണ്ട്. അപ്പൊ 2.75 പ്ലസ് പിന്നെ കോളേജിൽ നിന്ന് എയർപോർട്ടിലേക്കുള്ള ദൂരം 12 കിലോമീറ്റർ പ്ലസ് എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്കുള്ള ദൂരം 18.75. ഇത്രയും ദൂരമാണ് അയാൾ ഒരു ദിവസം സഞ്ചരിച്ചത്. ഇത്രയും ദൂരം സഞ്ചരിച്ചതെന്ന് പറയുമ്പോൾ എങ്ങനെ ആഡ് ചെയ്യും? 3.75 പ്ലസ് ആഡ് ചെയ്ത് നോക്കിയോ എല്ലാവരും? എഴുതി തരാം. 3.75 സോറി 3.5 പ്ലസ് 6.5 കിലോമീറ്റർ പ്ലസ് 2.75 plus again 2.75 plus 12 kilometer. 12 kilometer എന്ന് പറയുമ്പോൾ 12.00 എടുക്കുക പ്ലസ് 18.75. ഇത്രയൊന്ന് ആഡ് ചെയ്ത് വെക്കുക. 3.5 എന്ന് പറയുമ്പോൾ 3.50, 6.5 എന്ന് പറയുമ്പോൾ 6.50, 2.75, 12, 18.75. ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. കിട്ടിയോ? നോക്കട്ടെ ആൻസർ എത്ര കിട്ടിയെന്ന്. ടോട്ടൽ എത്രയാണ് കിട്ടിയേ? ഒന്നുകൂടി നോക്കിയേ അല്ല, അതാണോ കിട്ടിയെന്നൊന്ന് നോക്കിയേ. പോയിന്റ് ഉണ്ട് അതിനിടയ്ക്ക്.
കിട്ടിയവരൊന്ന് മെസ്സേജ് അയക്കണേ, ആൻസർ കിട്ടിയവര്. കുറേ നമ്പേഴ്സ് ആഡ് ചെയ്യാനുണ്ടല്ലേ, സാറില്ല. ആഡ് ചെയ്ത് തല ചൂടാവുമ്പോൾ നിങ്ങൾ തണുപ്പൊക്കെ പോയിക്കോളൂ. അല്ല, ഒന്നും കൂടി ആഡ് ചെയ്ത് നോക്കിയേ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എല്ലാവരുടെ ആൻസറും കയ്യിലുണ്ടല്ലോ? ഉണ്ടല്ലോ. മിസ് ആഡ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെയാണോ കിട്ടിയെന്ന് നോക്കണേ. കുറെ പേരുടെ ഒക്കെ ശരിയായിട്ടുണ്ട്. 0 + 0 0 + 5 5 5 + 5 10 10 + 5 15 15 5 എഴുതി, റിമൈനിങ് 1. 5 + 1 sorry 5 + 5 10 10 + 7 17 17 + 7 24 24 + 7 31 31 + 1 32 remaining 3. 3 + 6 9 9 + 2 11 11 + 2 13 13 + 2 15 15 + 8 23 23 + 3 26 remaining 2. 1 + 1 2 plus remaining 2 4 2 + 2 4 46.25. തെറ്റിയവർക്ക് മനസ്സിലായോ എവിടെയാ തെറ്റിയെന്ന്? തെറ്റിയവർക്ക് മനസ്സിലായോ? അപ്പൊ ടോട്ടൽ കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാ? 46.25 കിലോമീറ്റർ. അതായത് ആ ഒരു ദിവസം വീട്ടിൽ നിന്ന് സ്കൂളിലും കോളേജിലും കുട്ടികളെ ആക്കി ഓഫീസിൽ പോയി തിരിച്ച് വേറൊരു റൂട്ടിലൂടെ വീട്ടിലെത്താൻ വേണ്ടി അവര് 46.25 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അതായത് 46 കിലോമീറ്റർ 250 മീറ്റർ. 25 മീറ്റർ അല്ല, 250 മീറ്റർ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ മനസ്സിലായോ? മനസ്സിലായോ? തെറ്റിയവർക്ക് എവിടെയാന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ. മനസ്സിലായിട്ടുണ്ടാവല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ആരോ മാർക്ക്, അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആരോ മാർക്ക് കറക്റ്റ് ആയിട്ട് നോക്കുക. 1 ആരോ ആണെങ്കിൽ, ഒരു ആരോ മാത്രമാണെങ്കിൽ അത് ആദ്യം പോയതായിരിക്കും. 2 ആരോ ഇട്ട് പറഞ്ഞിരിക്കുന്നത് റിട്ടേൺ കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഒരേ ലൈനിൽ തന്നെ ഒരു ആരോയും ഒരു റിട്ടേണും കാണിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ഡിസ്റ്റൻസ് 2 തവണ ആഡ് ചെയ്യണം. കാരണം ഇങ്ങോട്ടുള്ള ദൂരവും സെയിം ആയിരിക്കും. അപ്പൊ ആ ഡിസ്റ്റൻസ് 2 തവണ ആഡ് ചെയ്യാം. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് വെയിറ്റ്. നമുക്കിപ്പോ ഡിസ്റ്റൻസ് പറഞ്ഞു, നമ്മൾ മെഷർമെന്റാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെയിറ്റ് എന്താ? വെയിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഭാരം അല്ലേ? നിങ്ങളോട് ഇപ്പൊ വെയിറ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. എത്രയാണ് വെയിറ്റ് എന്ന് പറയാൻ പറ്റും. ഇത്ര കിലോഗ്രാം. നിങ്ങളുടെ വെയിറ്റ് എപ്പോഴെങ്കിലും നിങ്ങൾ ഗ്രാമിൽ പറയുന്ന കേട്ടിട്ടുണ്ടോ? ഞാൻ ഇത്ര ഗ്രാം ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ഗ്രാം ആണെന്ന് പറയുന്ന കേട്ടിട്ടുണ്ടോ? നിങ്ങളോട് വെയിറ്റ് ചോദിച്ചാൽ എങ്ങനെയാ പറയാ? ആർക്കാ സ്വന്തം വെയിറ്റ് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, സെബയുടെ വെയിറ്റ് എത്രയാ? സെബ 26. ദേവാഞ്ജനയുടെ എത്രയാ? 29. സൂര്യദേവിന്റെ എത്രയാ? 36. സൂര്യദേവിന്റെ 36ഓ? ആഹാ. അൽനയുടെ എത്രയാ? 29. ക്രിസ്റ്റി 25. വേറെ ആർക്കാ അറിയുന്നേ?
അബ്ദുൽ ബാസിത്ത് എത്രയാ? 37. വേറെ ആരാ അറിയുന്നവര്? ആദിദേവിന് അറിയോ? ഇല്ല. ആൻഡ്രോസ് എത്രയാ? എത്രയാ? 30യോ? ഓക്കെ. ആരോൺ എത്രയാ? 30. ആൻഡ്രോസ് എത്രയാ പറഞ്ഞേ? ക്ലിയർ ആയില്ല മോളെ? 20യോ? അയ്യോ, അത് വളരെ കുറവാണല്ലോ 20 ആണെങ്കിൽ. ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെ ഞാൻ വെയിറ്റ് ചോദിക്കുമ്പോൾ ഓരോ നമ്പർ പറഞ്ഞു തന്നു. 26, 27, 29, 30, 37, 39 ഇങ്ങനെ നമ്പർ പറഞ്ഞു തന്നു. അതെന്താ സംഭവം? ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട് അല്ലേ, നമ്മൾ മാത്സിൽ ഒരു നമ്പർ പറയുകയാണെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ അതിന്റെ പുറകിൽ ചക്കയാണോ മാങ്ങയാണോ എന്ന് പറയണം. ഇപ്പൊ നിങ്ങള് 39 എന്ന് പറഞ്ഞു. 39 എന്ന് പറഞ്ഞാൽ 39 കിലോഗ്രാം ആവാം, 39 റുപ്പീസ് ആവാം, 39 എത്രയാ 39 ലിറ്റർ ആവാം, അല്ലെങ്കിൽ 39 മീറ്റർ ആവാം, 39 കിലോമീറ്റർ ആവാം, ഇങ്ങനെയൊക്കെ ആവാം. അപ്പൊ നിങ്ങളോട് വെയിറ്റ് ചോദിച്ചാൽ നിങ്ങൾ വെറുതെ നമ്പർ മാത്രം പറയരുത്. ഒന്നുകിൽ 29 കിലോഗ്രാം, 27 കിലോഗ്രാം, അങ്ങനെ വേണം നമ്മൾ വെയിറ്റ് പറയാൻ അല്ലെ. നോർമലി നമ്മൾ വെയിറ്റ് അങ്ങനെ പറയാം. ഇപ്പൊ നിങ്ങള് പിന്നെ നിങ്ങളോട് അമ്മ പറഞ്ഞു കടയിൽ പോയിട്ട് ഒരു പഞ്ചസാര മേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. വീട്ടിൽ ചായ കൂട്ടാൻ വേണ്ടി പഞ്ചസാര ഇല്ല, അപ്പൊ കടയിൽ പോയിട്ട് പഞ്ചസാര മേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ പൈസ തന്നു. എത്രയും വാങ്ങാൻ പറഞ്ഞേ? 1 കിലോ പഞ്ചസാര. നിങ്ങൾ കടയിൽ പോയിട്ട് ചേട്ടാ ഒരു പഞ്ചസാര എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ എടുത്തു തരും? ഒരു തരി പഞ്ചസാര എടുത്തുതരുമോ? എടുത്തുതരുമോ? അങ്ങനെയാണോ നമ്മൾ വെയിറ്റ് പറയാ? ഇപ്പൊ കടയിൽ പോയിട്ട് ചേട്ടാ ഒരു ഉപ്പ്, ചേട്ടാ ഒരു പഞ്ചസാര, ചേട്ടാ ഒരു ചായപ്പൊടി, ഇങ്ങനെയൊക്കെയാണോ പറയാ? അല്ല, നമ്മൾ അതിന്റെ വെയിറ്റ് കൂടെ പറയും അല്ലേ. അല്ലെങ്കിൽ ഒരു വെളിച്ചെണ്ണ, ഒരു വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ പാക്കറ്റ് ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഒരു വെള്ളം, അതൊക്കെ ഒരു ബോട്ടിൽ വെള്ളം നിങ്ങൾക്ക് തരും. അല്ലെങ്കിൽ ഇപ്പോ ഇത് തന്നെ പഞ്ചസാരയുടെ ഉപ്പിന്റെ ഒക്കെ കണക്ക്, അരിയൊക്കെ ആണെങ്കിൽ 5 അരി. 5 അരി എന്ന് വെച്ചാൽ എങ്ങനെ അവരെടുത്ത് തരും? 5 അരി, 10 അരി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അരിമണി എണ്ണിക്കൊണ്ട് തരുമോ? നമുക്ക് അങ്ങനെയല്ലല്ലോ വേണ്ടേ. 5 കിലോ അരി അല്ലെങ്കിൽ 10 കിലോ അരി അല്ലേ. അങ്ങനെയാണ് നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടി പോയിട്ട് പറയുന്നത്. ഇനിയിപ്പോ കുറച്ച് വേണ്ടതാണെങ്കിൽ ചായപ്പൊടിയൊക്കെ നമുക്ക് 1 കിലോയും 2 കിലോയൊന്നും വേണ്ടി വരില്ല. 500 ചായപ്പൊടി. കടയിൽ നിൽക്കുന്ന ചേട്ടന്മാർ ചിലപ്പോൾ 500 ചായപ്പൊടി 250 ചായപ്പൊടി എന്നൊക്കെ പറയുന്നത് കേൾക്കും. അത് അവർക്ക് തമ്മിൽ കോണ്ടാക്ട്, അവർക്ക് മനസ്സിലാവും ഇത് പറയുന്നത് എന്താന്ന്. നിങ്ങൾ അറിയാത്ത നിങ്ങളൊരു കടയിൽ നിൽക്കാൻ പോയിട്ട് 500 ചായപ്പൊടി ആരെങ്കിലും വന്ന് പറഞ്ഞാൽ നിങ്ങൾ ചായപ്പൊടിയുടെ തരി എടുത്ത് എണ്ണുവോ? 500 എണ്ണം? ഇല്ലല്ലോ. 500 കിലോഗ്രാം എടുത്തു കൊടുക്കോ? ഇല്ല. അപ്പൊ 500 എന്ന് പറയുന്നത് ഗ്രാം ആണ്. അല്ലെങ്കിൽ 100 ചായപ്പൊടി, 100 ചായപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ ചായപ്പൊടിയുടെ തരി എണ്ണോ 100 എണ്ണം? ഇല്ല. അല്ലെങ്കിൽ 100 കടുക്, കടുകൊക്കെ എങ്ങനെയാ വാങ്ങാം? 100 കടുക് നിങ്ങളുടെ അച്ഛന്റെ കടയിലോ അല്ലെങ്കിൽ അങ്കിളിന്റെ കടയിലൊക്കെ അവരെവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങളെ നിർത്തിയെന്ന് വിചാരിക്കാം. നിങ്ങളോട് ആരെങ്കിലും വന്നിട്ട് 100 കടുക് വേണമെന്ന് പറഞ്ഞാല് നിങ്ങൾ 100 കടുക് എണ്ണോ? കടുക് മണി എണ്ണോ? അല്ലെങ്കിൽ 100 ജീരകം എന്ന് പറഞ്ഞാല് ജീരകം 1, 2, 3, 4 എന്നിട്ട് 100 എണ്ണം എണ്ണോ? ഇല്ല. അപ്പൊ അവര് 100 എന്ന് ഉദ്ദേശിക്കുന്നത് 100 ഗ്രാം, അല്ലെങ്കിൽ 500 എന്ന് ഉദ്ദേശിക്കുന്നത് 500 ഗ്രാം, 250 എന്ന് ഉദ്ദേശിക്കുന്നത് 250 ഗ്രാം. ഇനി 1 ആണ് പറയുന്നതെങ്കിൽ 1, 2, 3 എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ അത് കിലോഗ്രാം. അപ്പൊ നമ്മള് വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി, ഭാരം മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും സ്റ്റാൻഡേർഡ് യൂണിറ്റ്, അതായത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് കിലോഗ്രാം. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കിലോഗ്രാം. അതിന്റെ ചെറിയ യൂണിറ്റ് ആണ് എന്ത്? ഗ്രാം. അതായത് നമ്മൾ സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ എന്ന് പറഞ്ഞില്ലേ. സെന്റിമീറ്റർ ചെറുത്, അതിൽ വലുത് മീറ്റർ, അതിൽ വലുത് കിലോമീറ്റർ. അതുപോലെ ഗ്രാം ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ്. എന്തിന്? വെയിറ്റ് മെഷർ ചെയ്യാൻ.
ഗ്രാം കഴിഞ്ഞിട്ട് കിലോഗ്രാം. പിന്നെ വലിയ വലിയ ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ കൊപ്പരയൊക്കെ അല്ലെങ്കിൽ അടക്കയൊക്കെ കൊടുക്കുന്ന സമയത്ത് ടൺ ഒക്കെ പറയും. ഇത്ര ടൺ അല്ലെങ്കിൽ ക്വിന്റൽ ഇല്ലേ, അതൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ? അടക്കയും കശുവണ്ടിയും ഇപ്പോ കൃഷിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ റബ്ബർ തോട്ടമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത്ര ക്വിന്റൽ ഷീറ്റ് കിട്ടി അല്ലെങ്കിൽ ഇത്ര ക്വിന്റൽ അടക്ക കിട്ടി എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ക്വിന്റൽ ടൺ ഒക്കെയാണ് വെയിറ്റിന്റെ വലിയ വലിയ യൂണിറ്റ്സ്. അതൊന്നും നമുക്ക് പഠിക്കാനില്ല, നമുക്ക് ഗ്രാമും കിലോഗ്രാമും മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോ വേറൊരു കാര്യം, നിങ്ങൾ ഈ കടയിൽ സാധനം വാങ്ങാൻ പോവാറുണ്ടോ? നിങ്ങൾ ഉണ്ടോ? ഒറ്റയ്ക്ക് പോവോ ആരുടെങ്കിലും കൂടെ പോവോ? എങ്ങനെ പോയാലും നിങ്ങൾ കടയിൽ പോയാൽ നിങ്ങൾ എന്താ ചെയ്യാ? അവിടുത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും അല്ലേ? എന്തൊക്കെ സാധനങ്ങളുണ്ട്, മുട്ടായി എത്ര ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ തൂക്കിയിരിക്കുന്ന ലേസ് എത്ര ടൈപ്പ് ഉണ്ട്, ഇതൊക്കെ അല്ലേ നോക്കിയിരിക്കുക അല്ലേ? സാധനങ്ങൾ അളക്കുന്നത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തൂക്കം നോക്കുന്നത്. ഇപ്പം ഇലക്ട്രോണിക് വെയിങ് മെഷീൻ ഉണ്ട് എല്ലാ കടയിലും. സാധനം എടുത്ത് അതിന്റെ മേലെ വെച്ചാൽ നിങ്ങൾക്ക് അതിന്റെ താഴെ പിന്നെ നമ്മുടെ ഡിജിറ്റൽ ഇതില് വെയിറ്റ് കാണാൻ പറ്റും. പണ്ടൊക്കെ ആ തൂക്കുകട്ട വെച്ചിട്ട് തൂക്കുന്ന മെഷീൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഒരു 2 തട്ടായിട്ട് അതിൽ ഒരു തട്ടില് സാധനം വെക്കും, മറ്റേ തട്ടില് തൂക്കുകട്ട വെക്കും. കണ്ടിട്ടുണ്ടോ? അത് ഇരുമ്പിന്റെ വലിയ കട്ടയാ അത്. എന്നാൽ അതിനും മുന്നേ ഈ ഒരു മെഷീൻ, ചെറിയൊരു മെഷീൻ വരുന്നതിന് മുന്നേ തുലാസ് ആയിരുന്നു. തുലാസ് എന്ന് വെച്ചാല് ഒരു നീണ്ടൊരു വടി, അതിന്റെ രണ്ടറ്റത്ത് ചെറിയ പാത്രം തൂക്കിയിട്ടുണ്ടാവും. പണ്ടത്തെ കടയിലൊക്കെ കാണാം. പണ്ടത്തെ കടയിൽ ഇപ്പൊ ഒന്നും കാണുന്നില്ല. അതില് ഒരു പാത്രത്തിൽ നമ്മൾ സാധനം വെക്കും, മറ്റേ പാത്രത്തിൽ ഈ തൂക്കുകട്ടയും വെക്കും. അപ്പൊ അത് മേലൊരു സൂചി ഉണ്ട്, ഇങ്ങനെ ഇങ്ങനെ അനങ്ങുന്ന ഒരു സൂചി ഉണ്ട്. ആ സൂചി നേരെ വരുന്ന രീതിയിലായിരിക്കും നമ്മൾ മെഷർമെന്റ് എടുക്കാം. ഇപ്പോഴാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് വെയിങ് മെഷീൻ ഒക്കെ വന്നത്. അതാകുമ്പോൾ ഒരു പണിയില്ല, സാധനം എടുത്ത് അതിന്റെ മേലെ വെച്ചാൽ മതി, മെഷർമെന്റ് അതിൽ കാണിച്ചു തരും. അപ്പോ വെയിങ് മെഷീൻ ഈ തൂക്കുകട്ട കുറെ തരത്തിലുണ്ടാവും. ഇരുമ്പിന്റെ കട്ടയാ, വലിയ കട്ടക്കൊക്കെ ഇങ്ങനെ പിടി ഉണ്ടാവും പിടിക്കാൻ വേണ്ടി. അപ്പൊ 5 കിലോന്റെ കട്ടയുണ്ട്, 2 കിലോന്റെ ഉണ്ടാവും, 1 കിലോന്റെ ഉണ്ടാവും, 500 ഗ്രാം, 200 ഗ്രാം, 100 ഗ്രാം, 50 ഗ്രാം. ഇത്രയും തൂക്കത്തിലുള്ള കട്ടകൾ ഉണ്ടാവും കടയിൽ, പണ്ടത്തെ കടയിലൊക്കെ. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്തളക്കുന്നത്? സാധനങ്ങളുടെ വെയിറ്റ് അളക്കുന്നത്. അപ്പൊ ഇപ്പൊ അതൊന്നും കാണാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് കടയിൽ പോയാലും എന്താ കാണാൻ പറ്റുള്ളൂ? ആ കറണ്ടിൽ കുത്തിയിട്ട് നമ്മൾ വെയിറ്റ് അളക്കുന്ന മെഷീൻ മാത്രമേ കാണാൻ പറ്റൂ. കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി അത് ഇങ്ങനെയുള്ള സംഭവം ഏതെങ്കിലും ഒരു കടയിൽ നിങ്ങൾ അഥവാ കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത തവണ പോകുമ്പോൾ അതൊന്ന് നോക്കുക, അല്ലെങ്കിൽ അവരോടൊന്ന് ജസ്റ്റ് കാണിച്ചു തരാൻ പറയാം. അത് ഏത് ഷേപ്പിലാണെന്നൊന്ന് കാണിച്ചു തരാൻ പറയാം. എന്നിട്ട് പറ്റുമെങ്കിൽ അതിന്റെ വെയിറ്റ് ഒന്ന് എടുത്തു നോക്കുക. അറിയുന്ന കടയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പോയിട്ടൊന്ന് ചോദിച്ചിട്ട് നോക്കാം. ഇതൊക്കെ നമുക്ക് അറിയണ്ടേ? പുതിയ അഡ്വാൻസ്ഡ് ടെക്നോളജി മാത്രം അറിഞ്ഞാൽ പോരല്ലോ, പണ്ടുള്ളവർ ഉപയോഗിച്ചത് എന്താണെന്ന് നമുക്ക് അറിയണ്ടേ? അപ്പൊ ഇതൊക്കെ കണ്ടിട്ടുള്ളവര് ആ കടയിൽ ഇനിയും പോകുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? വെയിറ്റിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ്, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ഗ്രാം. അതിൽ വലുത് കിലോഗ്രാം. അപ്പൊ നമ്മൾ ലെങ്ത്തിന്റെ കാര്യത്തിൽ പറഞ്ഞു, സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ എന്ന് പറഞ്ഞു. അത് തമ്മിലുള്ള റിലേഷനും പഠിച്ചു. 10 millimeter is equal to 1 centimeter, 100 centimeter is equal to 1 meter, 1000 meter is equal to 1 kilometer. ഇത് മറന്നു പോയിട്ടില്ലല്ലോ. അതേപോലെ തന്നെ ഗ്രാമും കിലോഗ്രാമും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. ഇത്ര ഗ്രാം കൂടിയാൽ, കാരണം ഗ്രാം ആണ് ചെറിയ മെഷർമെന്റ് അല്ലേ, ഇത്ര ഗ്രാം കൂടിയാലാണ് ഇത്ര കിലോഗ്രാം. അറിയോ ആർക്കെങ്കിലും എത്ര ഗ്രാം ആണ് 1 കിലോഗ്രാം? അറിയോ? 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. അതായത് 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. അതുകൊണ്ടാണ് നമ്മൾ 500 ഗ്രാം, 250 ഗ്രാം, 300 ഗ്രാം എന്നൊക്കെ ചെറിയ അളവിനെ പറയുന്നത്. ഇപ്പൊ 100 ഗ്രാം ആണ് 1 കിലോഗ്രാം എങ്കിൽ 500 ഗ്രാം എന്ന് പറഞ്ഞാൽ 5 കിലോഗ്രാം ആയി. ഇവിടെ 1000 കിലോഗ്രാം ആണ് 1 ഗ്രാം, 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. അപ്പൊ 500 ഗ്രാം എന്ന് പറഞ്ഞാൽ 1/2 കിലോ ആയി.
250 ഗ്രാം എന്ന് പറഞ്ഞാൽ 1/4 കിലോ ആയി. അപ്പൊ നിങ്ങൾ 1/4 കിലോ ചായപ്പൊടി വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എത്ര തൂക്കുന്നത്? 250 ഗ്രാം. അതായത് 1000 ഗ്രാം ചേർന്നാലാണ് 1 കിലോഗ്രാം ആവുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു രണ്ട് കൺവേർഷൻ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. നമ്മൾ കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റാനും ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാനും. അത് മീറ്ററിന്റെ പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. പേജ് നമ്പർ 124 ഒന്ന് എടുത്ത എല്ലാവരും. അതിനകത്ത് കൺവേർഷൻ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് പെട്ടെന്ന് പറയാം. കൺവേർഷൻ ഓഫ് കിലോഗ്രാംസ് ഇൻ ടു ഗ്രാംസ്. മിസ് നേരത്തെ പറഞ്ഞ തുലാസ് ഇല്ലേ തൂക്കുന്ന, അതിന്റെ ചിത്രം ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതാണ് പണ്ട് കാലത്ത് കടയിലൊക്കെ സാധനം തൂക്കാൻ ഉപയോഗിച്ചിരുന്ന സാധനം. ഓക്കെ, ഇപ്പൊ കൺവേർഷൻ ഓഫ് കിലോഗ്രാംസ് ഇൻ ടു ഗ്രാംസ്. കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 1 കിലോഗ്രാം എന്നത് 1000 ഗ്രാം ആണ്. അപ്പൊ 2 കിലോഗ്രാം എന്ന് പറയുമ്പോൾ എത്രയാവും? 1000 പ്ലസ് 1000 2000. പറഞ്ഞുതരാം. One kilogram is equal to 1000 gram. Sorry, 1000 gram. ഇനി 2 കിലോഗ്രാം എന്ന് പറഞ്ഞാലോ? 2 kilogram is equal to 1000 plus 1000 is equal to 2 into 1000 is equal to 2000 gram. ഇനി 5 kilogram എന്ന് പറഞ്ഞാലോ? 5 kilogram is equal to 5 into 1000 is equal to 5000 gram. ഇനി 24 kilogram എന്ന് പറഞ്ഞാലോ? 24 into 1000 24,000 gram. അതായത് നമ്മൾ കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റാൻ വേണ്ടി ഒന്നും ചെയ്യാനില്ല, സിമ്പിൾ ആയിട്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സിമ്പിൾ ആയിട്ട് 1000ലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി കിലോഗ്രാം മാത്രമല്ല, ഇപ്പോ 12 കിലോഗ്രാം 54 ഗ്രാം എന്നാണെങ്കിലോ? 12 കിലോഗ്രാം 54 ഗ്രാം എങ്ങനെ വരും? 12 into 1000 അതിൻ്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്യണം? പ്ലസ് 54 ഗ്രാം is equal to 12,000 plus 12,000 plus 54 is equal to 12,000 plus 54 is equal to 12,054 gram. അതായത് രണ്ട് മെഷർമെന്റും തന്നിട്ടുണ്ടെങ്കിൽ, കിലോഗ്രാമും ഗ്രാമും തന്നിട്ടുണ്ടെങ്കിൽ, കിലോഗ്രാമിനെ നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഗ്രാമിലേക്ക് മാറ്റാം. അതിന്റെ കൂടെ തന്നിരിക്കുന്ന ഗ്രാം മെഷർമെന്റും കൂടി ആഡ് ചെയ്യാം. അപ്പൊ ഈ കൺവേർഷൻ മനസ്സിലായല്ലോ? കുഴപ്പമില്ലല്ലോ. നമ്മൾ സെന്റിമീറ്ററും മീറ്ററും ഒക്കെ ചെയ്തതുപോലെ തന്നെ അതില് എക്സസൈസ് 5.5 കണ്ടോ? സെയിം പേജിൽ എക്സസൈസ് 5.5 കണ്ടോ? ആ എക്സസൈസ് 5.5ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 125ലുള്ള ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 125. അതിനകത്ത് 1 2 3 4 5 ആദ്യത്തെ 5 എണ്ണം മാത്രം. 1
2, 3, 4, 5. അത് മാത്രം ഒന്ന് ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ആവുന്നത് പോലെ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. കൺവേർഷൻ ഹോംവർക്ക് ആയിട്ട് അത് ചെയ്യാം, പേഴ്സണലായിട്ട് അയച്ചു തരാം. ടെക്സ്റ്റ് തന്നെ എഴുതിയാൽ മതി, നോട്ടിലേക്ക് മാറ്റി എഴുതണമെന്നില്ല. എഴുതാൻ പറ്റുമെങ്കിൽ ടെക്സ്റ്റ് തന്നെ എഴുതാം, അല്ലെങ്കിൽ നോട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് മിസ് പറഞ്ഞതുപോലെ ഇപ്പൊ എഴുതിയതുപോലെ എഴുതിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് നോട്ടിൽ എഴുതിയിട്ട് തന്നാലും മതി. പേഴ്സണലായിട്ട് അയച്ചാൽ മതി കേട്ടോ, ഗ്രൂപ്പിൽ ഇടണ്ട. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.